നിനക്കവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഏയ്, സത്യം പറഞ്ഞ ഞാൻ വേറൊരു വീട്ടിൽ കയറി ചെന്ന പോലെ തോന്നുന്നതേയില്ല. ഇത്രയും കാലം ആ വീട്ടിൽ കയറി ഇറങ്ങിയതുകൊണ്ട് ആ വീടിന്റെ മുക്കും മൂലയും എനിക്കറിയാം, വീട്ടുകാരെ അറിയാം. അതുകൊണ്ട് സ്വന്തം വീട് പോലെ തന്നെയാ തോന്നുന്നത്. പിന്നെ നിനക്ക് അമ്മായിയമ്മയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ? ഇല്ല, പക്ഷേ ഭർത്താവ് പോരുണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതെന്താ, മുകുന്ദൻ പ്രശ്നക്കാരനാണോ? പ്രശ്നമുണ്ടാക്കിയത് വക്കീലല്ല, ചേച്ചിയാ. ഞാനോ? ആ, ചേച്ചി വക്കീലിനോട് കല്യാണം കഴിഞ്ഞാലും എന്റെ പഠിപ്പിനെ ബാധിക്കരുതെന്ന് പറഞ്ഞിരുന്നോ? ആ, പറഞ്ഞിരുന്നു. നീ ഇവിടെ നിന്ന് പഠിച്ചിരുന്നപ്പോ കിട്ടിയ മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് അവിടെ പഠിക്കുമ്പോ കിട്ടുമെന്ന് മുകുന്ദൻ എനിക്ക് വാക്ക് തരുകയും ചെയ്തു. ആ, അത് തന്നെയാ പ്രശ്നം. പുള്ളിക്കാരനിപ്പോ എനിക്ക് കൂടുതൽ മാർക്ക് വാങ്ങി കാണിക്കാനുള്ള വാശിയില്ല. അതൊരു നല്ല കാര്യമല്ലേ? നിന്റെ പഠിപ്പിനെ ബാധിക്കരുത് എന്ന് ചിന്തിക്കുന്നതിൽ മുകുന്ദനെ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ ഇക്കാലത്ത് കിട്ടുമോ? കിട്ടില്ല. ഭാര്യയുടെ പഠിപ്പ് നന്നായി നടക്കാൻ വേണ്ടി ഫസ്റ്റ് നൈറ്റ് മാറ്റിവെക്കുന്ന ഭർത്താക്കന്മാര് ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. ഫസ്റ്റ് നൈറ്റ് നടന്നില്ലേ? അതൊക്കെ പഠിപ്പിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളാണെന്നാ വക്കീല് പറയുന്നത്. ഭാര്യയെക്കുറിച്ച് ഇത്രയും ചിന്തിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടാൻ കഴിഞ്ഞ ജന്മത്തിലെ വല്ല പുണ്യവും ചെയ്ത് കാണും നീ. ഈയടാ, എനിക്ക് ഇത്രയും മാന്യനായ ഭർത്താവൊന്നും വേണ്ട. കല്യാണം കഴിഞ്ഞ കുറച്ച് റൊമാൻസ് ഒക്കെ ഏതൊരു പെണ്ണും ആഗ്രഹിക്കില്ലേ? ഇത് വിശ്വാമിത്രനായിട്ട് മാറിയിരിക്കുക. എടീ, അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ? എനിക്കിങ്ങനെ മാറിയിരുന്നുള്ള സ്നേഹമൊന്നും വേണ്ട. വക്കീലിന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മഹിമേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മുകുന്ദനെ വക്കീലെന്ന് വിളിക്കരുതെന്ന്? ഞാൻ മുകുന്ദേട്ടാന്നൊക്കെ വിളിച്ചു. അപ്പൊ വക്കീല് തന്നെയാ അങ്ങനെ വിളിക്കണ്ടെന്ന് പറഞ്ഞത്. എന്നാ ശരി, നീ വാ. അതെ ചേച്ചി. എന്താടി? ചേച്ചി വക്കീലിനോടൊന്ന് സംസാരിക്കോ? എന്ത് സംസാരിക്കാൻ? ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച്. എടീ, അയ്യേ, എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? ആ, അത് ശരി. അപ്പോ വക്കീലിന്റെ അടുത്ത് ആവശ്യമില്ലാത്ത ഉപദേശം കൊടുത്ത് എന്റെ ആദ്യ രാത്രി കൊളവാക്കിയതിൽ ഒരു കുഴപ്പമില്ല അല്ലേ?